എവിടെയാണ് ഈ ജാതി വ്യവസ്ഥ തന്നെ രൂപപ്പെട്ടു വന്നത്? അവരിപ്പോ പറയുന്നത് ഈ രാജ്യം ഉള്ളപ്പോഴേ ഈ ഹിന്ദുത്വത്തിന്റെ ഭാഗമായ ഈ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണയും ഒക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ശുദ്ധ കളവ്. അതിന് ഞാൻ ആരെയെങ്കിലും ഉദ്ധരിക്കുന്നില്ല. കേരളത്തിൽ ഉദ്ധരിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ സന്യാസി വര്യൻ ആരറിയോ? പരശുരാമൻ ഒരു മഴുവെടുത്ത് ഗോകർണത്തിൽ നിന്ന് ഒരൊറ്റ വേറങ്ങോട്ട് കൊടുത്തപ്പോ അത് ചെന്ന് വീണത് എവിടെയായിരുന്നു? അത് പറഞ്ഞാലേ അടുത്ത് പ്രസംഗിക്കുള്ളൂ. കന്യാകുമാരി. അപ്പോൾ ആ ഭാഗമെല്ലാം എന്തായിരുന്നു? ആ ഭാഗമെല്ലാം കടലായിരുന്നു. ആ കടലായ ഭാഗം ഈ മഴു ഏറുകൊണ്ട തുടങ്ങിയ മുതൽ അവസാനം വരെയുള്ള സ്ഥലം എന്തായി? കരയായി. അവിടം വരെ വലിയ കുഴപ്പമില്ല. അത് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും അങ്ങനൊരു കഥ ഉണ്ടാക്കാം. പക്ഷെ അതിനുശേഷം പറഞ്ഞതാണ് വളരെ രസകരമായ കാര്യം. എന്നിട്ട് ഈ ഭൂമി ആരെ ഏൽപ്പിച്ചു? ഈ കടലുമാറി കരയായ ഭൂമി ആരെ ഏൽപ്പിച്ചു? അത് മനസ്സിലായില്ല പിന്നെ വേറെ ഒരു കാര്യത്തിലും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. അതാണ് ബ്രാഹ്മണ്യത്തിന്റെ തുടക്കമെന്നാണ്. ഇതാണ് RSകാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഈ കേരളത്തിലെ ഒരു സന്യാസി വര്യൻ, ഏറ്റവും ശ്രദ്ധേയനായ ഒരു സാമൂഹിക സാംസ്കാരിക ആശയ തലത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ നവോത്ഥാനത്തിന്റെ മുമ്പിൽ നടന്ന ഒരു മനുഷ്യൻ. കാഷായ വസ്ത്രമല്ല, ശുഭ്രവസ്ത്രമായിരുന്നു. ആരാ അയാൾ? കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല കേട്ടോ, ഞാൻ പറയുന്നത് ഒരു ഗുരുവിനെയാണ്. സ്വാമികളാണ്. പറ. കാഷായ വസ്ത്രമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാഷായ വസ്ത്രമല്ല അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്നത്. ആരാ അങ്ങനെ ഒരു സന്യാസിയുണ്ട്? ഗാന്ധിജിയൊന്നുമല്ല. ഗാന്ധിജി സന്യാസിയാ? ഗാന്ധിജിയൊന്നുമല്ല. ആരാ? പറ. വിവേകാനന്ദനാ? നാരായണ ഗുരു ശുഭ്രവസ്ത്രധാരിയാണോ? ചട്ടമ്പി സ്വാമി? ആരാ പറഞ്ഞു അയാൾക്ക്? ആരാ? പറ. നാരായണ പേരെന്നാ? പേര് പറഞ്ഞു. മായ സ്ഥാനാർത്ഥിയാ? മായ സ്ഥാനാർത്ഥിയാ പറയും. കൈയടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. മായക്ക ഉത്തരം കിട്ടിയത് ചട്ടമ്പി സ്വാമി. ഈ ചട്ടമ്പി സ്വാമി എന്ന് കേട്ട് ഞാൻ വിചാരിച്ചെന്നറിയ ഒരു ചട്ടമ്പി അയക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനിടെ ചരിത്രപരമായിട്ട് ഇതൊന്ന് വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേട്ടയില്ലേ, തിരുവനന്തപുരത്തെ പേട്ട, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്ന ഇറങ്ങി വരുമ്പോൾ കാണുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷന് അവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം ഉണ്ടായിരുന്നത്രേ. അവിടെ ഇദ്ദേഹത്തെ ചേർത്തു പഠിക്കാൻ. അങ്ങനെ പഠിക്കാൻ ചേർത്തപ്പോ ഈ പഠിക്കാൻ ചേർന്ന കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന മോണിറ്ററുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ആ ഗുരുകുലത്തിന്റെ ഒരു ലീഡർ, നേതാവ്. ആ നേതാവിന്റെ അന്നത്തെ ഒരു പേരാണ് എന്ത്? ചട്ടമ്പി. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ള പേര് പിന്നീട് അദ്ദേഹം എടുത്തത്. അത് പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു പേരാണ് ചട്ടമ്പി. അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞിട്ട് അവസാനം ചട്ടമ്പി സ്വാമികളായി. ചട്ടമ്പി സ്വാമികൾ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖനായ വളരെ വളരെ ശ്രദ്ധേയനായ ഒരു സ്വാമി വര്യനായി. അദ്ദേഹം രണ്ട് കാര്യമാണ് അവതരിപ്പിച്ചത്. ഒന്നും ഈ പരശുരാമന്റെ ഏറുകൊണ്ട് ബ്രാഹ്മണർക്ക് കിട്ടിയ നാടാണ് കേരളം എന്ന കെട്ടുകഥ ശുദ്ധ അസംബന്ധമാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു. അത് ചരിത്രപരമല്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. ആയിരക്കണക്കിന് വർഷക്കാലം ഭൂമി, അതായത് ഭൂമി വെള്ളത്തിന്റെ അടിയിലായിരുന്നു. അത് ശരിയാണ് പറഞ്ഞത്. നമ്മുടെ മലയോര മേഖലയിൽ ഉൾപ്പെടെ അവിടെ ഖനനം നടത്തിയപ്പോ
കടലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം കടൽ തന്നെയായിരുന്നു, അത് മാറിയിട്ട് തന്നെയാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് ആയിരക്കണക്കിന് വർഷമായി, അല്ലാണ്ട് പരശുരാമന്റെ കാലത്ത് തുടങ്ങിയതല്ല. മാത്രമല്ല, ബ്രാഹ്മണർക്ക് നൽകി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ജാതിയും ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മനുസ്മൃതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച രേഖകളിൽ പറയുന്ന മനുഷ്യകുലത്തിന്റെ ജാതി ശ്രേണിയിലെ ഓരോരുത്തരും തമ്മിലുള്ള അകലം, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ പോലും അപകടമാകുന്ന അയിത്തം ഉൾപ്പെടെയുള്ള കാര്യം, ഇതെല്ലാം ഉള്ളതാണ് എന്ന് പറയുന്നതിനെ ആദ്യം നിശ്ചിതമായിട്ട് ചട്ടമ്പി സ്വാമികൾ എതിർത്തു. അല്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ബ്രാഹ്മണ്യത്തിന്, ബ്രാഹ്മണ മേധാവിത്വത്തിന്, ജാതി വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ കേരളത്തിന്റെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിന് 8-ാം നൂറ്റാണ്ട് മുതലാണ് ആരംഭം കുറിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. 8-ാം നൂറ്റാണ്ട് അത്രയായിട്ടുള്ളൂ. അവിടെയാണ് ജാതി വ്യവസ്ഥ ആരംഭിക്കുന്നത് കേരളത്തിൽ. തൊഴിൽ വിഭജനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജാതി വ്യവസ്ഥ. ഈ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബ്രാഹ്മണ്യം എന്ന രീതിയിൽ ഈ പറയുന്ന സനാതനധർമ്മം. എവിടെ സനാതനധർമ്മം? അടിമതുല്യമായിട്ട് ജീവിച്ച ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ, സവർണ മേധാവിത്വത്തിന്റെ, ജിന്മിത്വത്തിന്റെ ആ കാലത്തെയാണ് ഇവരെല്ലാം നല്ല ഓമന പേരിട്ട് വിളിക്കുന്നത് ഈ സനാതനധർമ്മകാലം. അടിമതുല്യമായ ജീവിതം നയിച്ച പാവപ്പെട്ട മനുഷ്യന്റെ ചിത്രം. ആ കാലഘട്ടത്തെ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയും ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമൊക്കെ ഒരു പുതിയ ഭരണഘടന വേണമെന്നാണ് ഇപ്പോഴും അശ്ലീലം പോലെ RS-കാരും BJP-ക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥ.